എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ പാണ്ഡവരുടെ സന്ദേശം സഞ്ജയനിലൂടെ കൗരവപക്ഷം അറിയുന്നതും തുടർന്നുള്ള സംഭാഷണങ്ങളുമാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. കുരുസഭയിൽ സംഭാഷണങ്ങൾ പുരോഗമിക്കവേ സഞ്ജയന്റെ വാക്കുകൾ കേട്ട് ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, നരേന്ദ്രനായ പിതാവേ, അങ്ങ് എന്തിനാണ് പാണ്ഡവരെ ഇത്രയ്ക്ക് ഭയക്കുന്നത്? പാണ്ഡവപക്ഷത്ത് അനേകം രാജാക്കന്മാർ കാണുമായിരിക്കാം. എന്നാൽ അവർ എത്ര പേർ ശ്രമിച്ചാലും ഭീഷ്മരും ദ്രോണരും കർണനും അശ്വത്ഥാമാവുമാവുന്ന മഹാകോട്ട തകർക്കുവാൻ കഴിയുകയില്ല. സാക്ഷാൽ പരശുരാമന് തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പിതാമഹനെ, പിന്നെയല്ലേ കുറച്ച് രാജാക്കന്മാർക്ക്? പിതാവേ, പാണ്ഡവർ അങ്ങയെ സിംഹാസനത്തിൽ നിന്നും തള്ളിമാറ്റി അവിടെ കയറിയിരിക്കുവാനാണ് ശ്രമിക്കുന്നത്. ആ കൃഷ്ണൻ പാണ്ഡവപക്ഷത്താണ് എന്നതിൽ എന്തിനാണ് അങ്ങ് വേവലാതിപ്പെടുന്നത്? കൃഷ്ണന് ചായ്വ് പാണ്ഡവരോട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വാസുദേവൻ പാണ്ഡവപക്ഷത്ത് നിന്നുകൊണ്ട് കൗരവരെ തകർത്ത് അധികാരം നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മളെ വേരോടെ ഉന്മൂലനം ചെയ്ത് രാജ്യവും അധികാരവും സമ്പത്തും പാണ്ഡവർക്ക് നൽകുവാനാണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങൾ സമ്മതിക്കണം എന്നാണോ അങ്ങ് പറയുന്നത്? ഭീരുക്കളെപ്പോലെ ഞാൻ പിന്തിരിഞ്ഞു ഓടണമെന്നാണോ അങ്ങ് പറയുന്നത്? അതിനുള്ള സമയം അതിക്രമിച്ചു എന്നാണോ അങ്ങ് കരുതുന്നത്? യുദ്ധം അരങ്ങേറിയാൽ കൗരവർ പരാജയപ്പെടുമെന്ന് അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചുവോ? ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ, അശ്വത്ഥാമാവ് ഇവരിൽ ഒരാൾ വിചാരിച്ചാൽ പോലും പാണ്ഡവരെയും അവരുടെ 7 അക്ഷൗഹിണിയെയും ഭസ്മമാക്കുവാൻ കഴിയും. പിതാമഹൻ ഏകരഥത്തിൽ തനിച്ചു ചെന്ന് എതിർക്കുവാൻ വന്ന സമസ്ത രാജാക്കന്മാരെയും തോൽപ്പിച്ച് അംബിക, അംബാലികമാരെ ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവന്ന വീരകഥ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് നന്നേ ചെറുപ്പത്തിൽ തന്നെ. പിതാമഹൻ ഒരാൾ മാത്രം മതി പാണ്ഡവപക്ഷത്തെ ഒന്നാകെ തോൽപ്പിക്കുവാൻ. അതിനാൽ തന്നെ അങ്ങ് ഭയത്തെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞാലും. അച്ഛാ, പാണ്ഡവർക്ക് നമ്മളെ ജയിക്കുവാൻ കഴിയുകയില്ല. പാണ്ഡവപക്ഷത്ത് അണിനിരക്കുന്നതിലും എത്രയോ ഇരട്ടി രാജാക്കന്മാരാണ് കൗരവപക്ഷത്ത് ചേർന്നിരിക്കുന്നത്. അവർ കൗരവപക്ഷത്ത് ചേർന്നത് ഭയം കൊണ്ടോ വിധേയത്വം കൊണ്ടോ മറ്റ് വഴിയില്ലാതെയോ ആയിരിക്കാം. എന്നാൽ അത് അപ്രസക്തമാണ്. നമ്മുടെ സൈന്യം പാണ്ഡവരുടേതിനേക്കാൾ എത്രയോ വലുതാണ്. കൗരവപക്ഷത്ത് ചേർന്ന രാജാക്കന്മാർ അങ്ങയുടെ ഈ ഭയം കണ്ട് രസിക്കും. ചിലപ്പോൾ അങ്ങയുടെ ഭയം അവരുടെ മനോബലം കെടുത്തും. അതിനാൽ അങ്ങ് മനഃശക്തി കൈവിടരുത്. യുധിഷ്ഠിരനും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. നേരത്തെ പാതിരാജ്യം ചോദിച്ചിരുന്ന യുധിഷ്ഠിരൻ അതിനാലാണ് ഇപ്പോൾ 5 ഗ്രാമം തന്നാലും മതി എന്ന് പറയുന്നത്. അച്ഛാ, വൃകോദരനെ പറ്റി അങ്ങ് ഒരുപാട് പറഞ്ഞുവല്ലോ. അങ്ങയ്ക്ക് സ്വന്തം പുത്രന്റെ ശക്തി അറിയാത്തതിനാലാണ് അങ്ങ് ഭീമനെ ഇപ്രകാരം ഭയക്കുന്നത്. പൃഥ്വിയിൽ ആർക്കും തന്നെ നേരായ വഴിക്ക് എന്നെ ഗദായുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ ഗുരുനാഥനായ ബലരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഗദായുദ്ധത്തിൽ ആരും തന്നെ എൻ്റെ തുല്യനല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കൈവരിച്ചിരിക്കുന്ന പ്രാഗൽഭ്യം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല അച്ഛാ. അത് എൻ്റെ തപസ്യയുടെ ഫലമാണ്. ഭീമൻ എനിക്ക് തുല്യനല്ല. അവൻ ഗദായുദ്ധത്തിൽ എന്നെക്കാൾ കേമനുമല്ല. അത് യുദ്ധത്തിൽ ഞാൻ തെളിയിച്ചുകൊള്ളാം. എൻ്റെ ഗുരുവായ ബലരാമൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗദായുദ്ധത്തിൽ ആരും തന്നെ എനിക്ക് തുല്യനല്ല എന്ന്. എൻ്റെ ഗദ കൊണ്ടുള്ള പ്രഹരം താങ്ങുവാൻ മാത്രം ഭീമൻ ആയിട്ടില്ല. ഗദയേന്തിയ ഭീമനെ എനിക്ക് തോൽപ്പിക്കണം. അവനെ വധിക്കും ഞാൻ. ഗദായുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കുവാൻ ഭീമന് കഴിയുകയില്ല എന്ന് അർജുനനും കൃഷ്ണനും നന്നായി അറിയാം. അങ്ങ് ഭയപ്പെടേണ്ട കാര്യമില്ല. ഭീമനെ ഞാൻ വീഴ്ത്തിയാൽ അത് പാണ്ഡവരുടെ നട്ടലൊടിഞ്ഞതിന് സമമാണ്. ഭീഷ്മർ, ദ്രോണർ, കർണൻ, അശ്വത്ഥാമാവ്, ശല്യർ, ജയദ്രഥൻ അടങ്ങുന്ന എൻ്റെ സൈന്യത്തിന് പിന്നെ അർജുനനെയും പാണ്ഡവരെയും തോൽപ്പിക്കുവാൻ നിഷ്പ്രയാസം കഴിയും. പിതാമഹൻ ഭീഷ്മരെ തോൽപ്പിക്കുവാൻ ദേവന്മാർക്ക് പോലും കഴിയുകയില്ല. സ്വന്തം പിതാവിൽ നിന്നും അദ്ദേഹത്തിന് വരം ലഭിച്ചിട്ടുണ്ട്. മരിക്കണമെന്ന് സ്വയം എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ മാത്രമേ പിതാമഹൻ മരണപ്പെടുകയുള്ളൂ. ദ്രോണരും കൃപരും അശ്വത്ഥാമാവുമെല്ലാം ദേവതുല്യരാണ് ആയുധപ്രയോഗത്തിൽ. കർണൻ എൻ്റെ കണക്കുകൂട്ടലിൽ പിതാമഹനും ദ്രോണ കൃപാചാര്യന്മാർക്കും സമനാണ്. പരശുരാമൻ ശിഷ്യനായ കർണനോട് പറഞ്ഞിട്ടുണ്ട്, കർണൻ ഭാർഗവരാമന് തുല്യൻ തന്നെയാണെന്ന്. മഹാരഥൻ കർണൻ ജനിച്ചത് അമൂല്യമായ കുണ്ടലങ്ങളോടെയും അഭേദ്യമായ കവചങ്ങളോടെയുമായിരുന്നു. സ്വന്തം മകന്റെ കഴിവിൽ വിശ്വാസമില്ലാത്ത ദേവേന്ദ്രൻ കർണനെ ഓർത്ത് ഭയന്ന് കർണൻ അർജുനനേക്കാൾ കേമനാണെന്ന് മനസ്സിലാക്കിയതിനാലാണ് കർണനിൽ നിന്നും കവചകുണ്ടലങ്ങൾ ഭിക്ഷയാചിച്ച് നേടിയെടുത്തത്. ദാനവീരനായ നരേന്ദ്രൻ വസുസേനൻ അത് ദേവേന്ദ്രന് നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന് മുന്നിൽ നിന്നും ആർക്കും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. എന്നാൽ കർണന്റെ അവിശ്വസനീയമായ ദാനധർമ്മിഷ്ഠത നേരിട്ട് കണ്ട് ബോധ്യമായ ഇന്ദ്രൻ കർണന് ശക്തി എന്ന വേൽ നൽകി. ഒരിക്കൽ മാത്രം പ്രയോഗിക്കുവാൻ കഴിയുന്ന, ആർക്കും തടുക്കുവാൻ കഴിയാത്ത ആ വേൽ അർജുനനെ യമപുരിക്ക് അയച്ചുകൊള്ളും. അച്ഛാ, ഭീഷ്മർ, ദ്രോണർ, കൃപർ ഇവർക്ക് വേണമെങ്കിൽ യുദ്ധം ഒരു ദിവസം കൊണ്ട് തന്നെ അവസാനിപ്പിക്കുവാൻ കഴിയും. ഭീമൻ വീണു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവപക്ഷത്ത് ആര് ധൈര്യപ്പെടും ഞങ്ങളോട് ഏറ്റുമുട്ടുവാൻ? കൃഷ്ണൻ ആയുധമെടുക്കുകയില്ല.
പിന്നെ അങ്ങ് ഭയക്കുന്നത് പാണ്ഡവർ 5 പേരെയും ദൃഷ്ടദ്യുമ്നനെയും സത്യകിയെയുമാണോ? നമ്മുടെ പക്ഷത്ത് ആരൊക്കെയാണ് എന്ന് അങ്ങ് ഓർത്താലും ഭീഷ്മർ, ദ്രോണർ, കൃപർ, അശ്വത്ഥാമാവ്, വൈകർത്തനൻ, കർണൻ, സൗഭദ്രൻ, ബാഹലിക, ശല്യർ, ജയദ്രഥൻ, ദുശാസനൻ, ദുർമുഖൻ, വികർണൻ, എല്ലാ വീരന്മാരുടെയും പേര് എടുത്തു പറയാൻ തന്നെ കുറെ നേരം വേണ്ടിവരും. കൃഷ്ണന്റെ നാരായണ സേന പോലും നമ്മുടെ പക്ഷത്താണ്. പാണ്ഡവരുടെ 7 അക്ഷൗഹിണി എവിടെ നിൽക്കുന്നു? നമ്മുടെ 11 അക്ഷൗഹിണി എവിടെ നിൽക്കുന്നു? ആടും ആനയും കണക്കെയാണ് പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യങ്ങൾ. 7ഉം 11ഉം അക്ഷൗഹിണികൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അച്ഛാ. നമ്മുടെ സൈന്യത്തെക്കാളും 3-1 കുറവാണ് പാണ്ഡവ സൈന്യം. പാണ്ഡവ സൈന്യം 1 ഭടനെന്ന് കണക്കാക്കിയാൽ കൗരവ സൈന്യം 3 ഭടന്മാരാണ്. പാണ്ഡവ സൈന്യത്തിലെ 1 ഭടൻ നേരിടേണ്ടി വരിക കൗരവ പക്ഷത്തെ 3 ഭടന്മാരെ ആയിരിക്കും അച്ഛാ. എല്ലാ അർത്ഥത്തിലും യുദ്ധത്തിൽ മേൽക്കൈ നമുക്ക് തന്നെയാണ്. മനസ്സിൽ നിന്നും അങ്ങ് ആശങ്കകൾ ദൂരെ വലിച്ചെറിഞ്ഞാലും. ധൃതരാഷ്ട്രരോട് ഇത്രയും പറഞ്ഞതിന് ശേഷം ദുര്യോധനൻ സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, യുദ്ധത്തിനായി പാണ്ഡവരുടെ തയ്യാറെടുപ്പുകൾ എത്രത്തോളമായി? അവർ എങ്ങനെയാണ് സജ്ജരായത്? സഞ്ജയൻ പറഞ്ഞു, ഹേ രാജൻ, യുധിഷ്ഠിരൻ എല്ലാ അർത്ഥത്തിലും യുദ്ധത്തിന് ഒരുക്കമാണ്. അദ്ദേഹം സന്തോഷവാനാണ്. ഭീമനും അർജുനനും നകുല സഹദേവന്മാരും ഭയം എന്തെന്ന് പോലും അറിയാത്തവരാണ്. പാർത്ഥന്റെ ദൈവീകമായ സുവർണരഥം തീജ്വാല കണക്കെ അതീവ പ്രഭയോടെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. നിരവധി മന്ത്രങ്ങളുടെ സംരക്ഷണം ആ രഥത്തിനുണ്ടെന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. അദൃശ്യമായ അനേകം സംരക്ഷണ വലയങ്ങൾ ആ രഥത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആകാശത്ത് മിന്നൽ പിണർ കണക്കെ ശോഭയാർന്ന് ധനഞ്ജയൻ കാണപ്പെടുന്നു. ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് പാർത്ഥനെ വല്ലാതെ വർണ്ണിക്കുന്നുണ്ടല്ലോ. അർജുനന്റെ രഥത്തെപ്പറ്റി കൂടുതൽ വിശദമായി പറയൂ സഞ്ജയ. സഞ്ജയൻ പറഞ്ഞു, ഹേ പൃഥ്വിപദേ, അർജുനന്റെ രഥം സൃഷ്ടിച്ചത് ദേവശില്പിയായ വിശ്വകർമാവാണ്. ആ രഥത്തിന് അനേകം നിഗൂഢമായ മന്ത്രങ്ങളുടെ അദൃശ്യമായ സുരക്ഷാ കവചമുണ്ട്. അഗ്നി പോലെ അതീവ പ്രഭയാർന്ന ആ രഥം വലിക്കുന്നത് തൂവെള്ള നിറമുള്ള വിശിഷ്ടങ്ങളായ കുതിരകളാണ്. ആ കുതിരകൾക്ക് കൊടുങ്കാറ്റിന്റെ വേഗതയുണ്ട്. ആ കുതിരകളെ അർജുനന് സമ്മാനിച്ചത് ഗന്ധർവരാജനായ ചിത്രരഥനാണ്. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, പിന്നെ ആരൊക്കെയാണ് നീ പാണ്ഡവ പക്ഷത്ത് കണ്ടത്? സഞ്ജയൻ പറഞ്ഞു, കൃഷ്ണനെ ഞാൻ കണ്ടു, സത്യകിയെ കണ്ടു, പാഞ്ചാല രാജനെയും അദ്ദേഹത്തിന്റെ 10 പുത്രന്മാരെയും, ദ്രുപദനെയും ദൃഷ്ടദ്യുമ്നനെയും കണ്ടു, വിരാടനെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും സഹോദരന്മാരെയും, ജരാസന്ധന്റെ മകനെയും ഛേദി രാജനായ ദൃഷ്ടകേതുവിനെയും കണ്ടു. മഹാവീരനായ ലക്ഷണമൊത്ത പോരാളിയായ ദൃഷ്ടദ്യുമ്നനാണ് പാണ്ഡവരുടെ സേനാപതി. വ്യൂഹങ്ങൾ ചമയ്ക്കുന്നതിൽ അഗ്രഗണ്യനാണവൻ. ദേവന്മാരുടെയും അസുരന്മാരുടെയും ഗന്ധർവന്മാരുടെയും മനുഷ്യരുടെയും എല്ലാം വ്യൂഹങ്ങൾ ചമയ്ക്കുവാൻ അവനറിയാം. ശിഖണ്ഡിയിൽ അർപ്പിതമായ ദൗത്യം പിതാമഹനെ വധിക്കുക എന്നതാണ്. ശിഖണ്ഡിയുടെ സഹായത്തിനായി വിരാടരാജനും അദ്ദേഹത്തിന്റെ സൈന്യവും കാണും. ശല്യരെ വധിക്കേണ്ടത് യുധിഷ്ഠിരനാണ്. ഭീമസേനന് നൽകിയിരിക്കുന്ന ദൗത്യം ദുര്യോധനനെയും കൗരവ സഹോദരന്മാരെയും വധിക്കുക എന്നതാണ്. അർജുനൻ വധിക്കേണ്ടത് കർണൻ, അശ്വത്ഥാമാവ്, വികർണൻ, ജയദ്രഥൻ മുതലായവരെയാണ്. ദുര്യോധനന്റെയും ദുശാസനന്റെയും പുത്രന്മാരെ വധിക്കേണ്ട ദൗത്യം അഭിമന്യുവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ദ്രോണരെ വധിക്കേണ്ട ദൗത്യം ദൃഷ്ടദ്യുമ്നനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കൗരവ പക്ഷത്തെ ഓരോരുത്തരെയും ആരാണ് വധിക്കേണ്ടത് എന്ന് ഏകദേശ ധാരണ പാണ്ഡവ പക്ഷത്ത് ആയി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അറിഞ്ഞാലും മഹാരാജൻ, എന്തെങ്കിലും സുപ്രധാനമായ തീരുമാനം അങ്ങേക്ക് എടുക്കുവാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുകയും വേണം രാജൻ. ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു, എൻ്റെ പുത്രന്മാർ വിഡ്ഢികളാണ്. അവർക്ക് അറിയാവുന്നത് ചതിപ്രയോഗം ഒളിഞ്ഞിരിക്കുന്ന ചൂതുകളി മാത്രമാണ്. അവർ തീയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ചെറു പ്രാണികൾ കണക്കെ ഗാണ്ഡീവത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന തീഗോളത്തിൽ വീണ് എരിഞ്ഞടങ്ങും. പാണ്ഡവ പക്ഷത്തെ വീരന്മാർ കാട്ടുതീ പോലെ വിനാശകാരികളാണ്. അവരെ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അവരുടെ നേതാവ് യുധിഷ്ഠിരനാണ്. അവരുടെ കാവലാൾ കേശവനാണ്. അർജുനൻ, വൃകോദരൻ, നകുലൻ, സഹദേവൻ, സത്യകി, ദ്രുപദൻ, ശിഖണ്ഡി, അങ്ങനെ വീരന്മാരുടെ ഒടുങ്ങാത്ത ഒരു വലിയ നിര തന്നെ പാണ്ഡവ പക്ഷത്തുണ്ട്. ഞാൻ അതിനെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ എൻ്റെ പുത്രന്മാർ യുദ്ധവെറി കൊണ്ട് അക്ഷമരായി നിൽക്കുകയാണ്. ദുര്യോധനൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങ് പാണ്ഡവർ വിജയിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാണ്ഡവരെ പോലെ കൗരവരും കുരുവംശത്തിൽ പിറന്നവർ തന്നെയാണ്. വീരന്മാർക്ക് കൗരവപക്ഷത്ത് ഒരു ക്ഷാമവുമില്ല. ഭീഷ്മർ, ദ്രോണർ, കൃപർ, കർണൻ, അശ്വത്ഥാമാവ്, ജയദ്രഥൻ മുതലായ വീരന്മാരെ തോൽപ്പിക്കുവാൻ ദേവന്മാർക്ക് പോലും നന്നേ പരിശ്രമിക്കേണ്ടി വരും. ഈ പൃഥ്വിയിലെ രാജാക്കന്മാരെല്ലാം അണിനിരന്ന് നിൽക്കുന്നത് കൗരവപക്ഷത്താണ് പിതാവേ. നമുക്ക് ആയുധങ്ങളുടെയോ രഥങ്ങളുടെയോ ഒരു ക്ഷാമവുമില്ല എന്ന് അങ്ങ് അറിഞ്ഞാലും പാണ്ഡവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, ദുര്യോധനൻ സമനില തെറ്റിയവനെ പോലെ ഓരോന്ന് പുലമ്പുകയാണ്. അവന് യുധിഷ്ഠിരനെയും പാണ്ഡവരെയും വധിക്കുവാൻ കഴിയുകയില്ല.
അതിനാലാണ് ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നത്. സഞ്ജയ, പാണ്ഡവരെ പറ്റി എന്നോട് കൂടുതൽ പറഞ്ഞാലും അവരുടെ യുദ്ധ ക്രമീകരണങ്ങൾ എത്രത്തോളമായെന്ന് പറഞ്ഞാലും. സഞ്ജയൻ പറഞ്ഞു, പാണ്ഡവ പക്ഷത്ത് അണിനിരന്ന് നിൽക്കുന്ന രാജാക്കന്മാരെ സദാ പ്രചോദിപ്പിക്കുന്നത് ധൃഷ്ടദ്യുമ്നനാണ്. ധൃഷ്ടദ്യുമ്നൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, സഞ്ജയ, ദുര്യോധനനോടും അവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങുന്നവരോടും ഇത് പറയുക. യുധിഷ്ഠിരനുമായി സമാധാനം സ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം. അല്ലെങ്കിൽ ദേവന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന അർജുനൻ നിങ്ങളെല്ലാവരെയും വകവരുത്തും. സവ്യസാചി അർജുനന് തുല്യനായി മറ്റാരും തന്നെയില്ല. പാർത്ഥന്റെ രഥം അതുല്യമാണ്. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. അർജുനനുമായി ഏറ്റുമുട്ടാമെന്ന് നിങ്ങൾ ആലോചിക്കുക പോലുമരുത്. സഞ്ജയന്റെ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, ദുര്യോധന, യുദ്ധം വേണ്ട. യുദ്ധത്തിന്റെ ഫലം സർവനാശം മാത്രമാണ്. പാതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കൂ. ബാക്കി പാതി രാജ്യം നിനക്കും ഭരിക്കാമല്ലോ. പുത്ര, ജ്ഞാനികളായ എല്ലാവരും അനുഭവ സമ്പത്തിലൂടെ ലഭിക്കുന്ന വിവേകത്തിന്റെ വെളിച്ചത്തിൽ നിന്നോട് പറയുകയാണ്, പാണ്ഡവരുമായി യുദ്ധം വേണ്ട. നിനക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങുവാൻ നിർബന്ധിതരായിരിക്കുകയാണ് കൗരവപക്ഷം. അവരാരും തന്നെ മനസ്സുകൊണ്ട് യുദ്ധം ആഗ്രഹിക്കുന്നില്ല. കർണനെ കണ്ടുകൊണ്ട്, ദുശാസനന്റെയും ശകുനിയുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് നീ മഹായുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചാൽ കുലം മുടിഞ്ഞു പോകും. നീ മഹായുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച് കുലത്തെ മുടിക്കരുത്. ദുര്യോധനൻ പറഞ്ഞു, പാണ്ഡവരുമായി യുദ്ധം ചെയ്യണമെങ്കിൽ ആ യുദ്ധത്തിന്റെ ഭാരം നിങ്ങൾ ആരുടെയും മേൽ ഞാൻ കെട്ടിവെക്കുകയില്ല. ഞാനും കർണനും യുദ്ധം ചെയ്തു കൊള്ളാം. ഞങ്ങൾ നടത്തുവാൻ പോകുന്ന യുദ്ധമെന്ന യജ്ഞത്തിന്റെ ബലിമൃഗമാണ് യുധിഷ്ഠിരൻ. ആ യജ്ഞത്തിൽ രഥമായിരിക്കും യജ്ഞമണ്ഡപം. കുതിരകൾ ബ്രാഹ്മണരും അമ്പുകൾ ദർഭപുല്ലുകളുമായിരിക്കും. പിതാവേ, പാണ്ഡവരെ ഞാനും ദുശാസനനും കർണനും ചേർന്ന് കൊല്ലും. എനിക്ക് അധികാരവും രാജ്യവും സമ്പത്തും ഇല്ലാതെ പോലും കഴിയുവാൻ കഴിയും. എന്നാൽ പാണ്ഡവരോടൊപ്പം കഴിയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായ കാര്യമാണ്. അച്ഛാ, പാതി രാജ്യം പോയിട്ട് സൂചിമുന കുത്തുവാനുള്ള സ്ഥലം പോലും ഞാൻ പാണ്ഡവർക്ക് നൽകുകയില്ല. ധൃതരാഷ്ട്രർ പറഞ്ഞു, ദുര്യോധനന്റെ പിന്നാലെ യമദേവന്റെ അടുത്തേക്ക് യാത്രയാകുവാൻ പോകുന്ന എല്ലാ യോദ്ധാക്കന്മാരെയും കുറിച്ച് ഓർത്ത് എൻ്റെ മനസ്സ് പിടയുന്നു. പാർത്ഥന്റെ അമ്പുകൾ ഒഴിയാത്ത ആവനാഴിയിൽ നിന്നും കൂരമ്പുകൾ കൗരവ സൈന്യത്തിന് മുകളിലൂടെ വർഷിക്കപ്പെടും. സത്യകി യുദ്ധകളത്തിൽ കോട്ട കണക്കെ നിൽക്കുന്നതും ഭീമസേനൻ മതയാന പോലെ കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത് മുന്നേറുന്നതും ഞാൻ മനക്കണ്ണിൽ കാണുന്നു. ഭീമൻ ഗദ കൊണ്ട് അടിച്ചു കൊല്ലുന്ന ആനകൾ യുദ്ധകളത്തിൽ മല പോലെ കാണപ്പെടും. അന്ന് നീ എൻ്റെ ഈ വാക്കുകൾ ഓർക്കും ദുര്യോധന. പാണ്ഡവരുമായി സന്ധിയായില്ലെങ്കിൽ നീ പിന്നെ സമാധാനം എന്തെന്നറിയുന്നത് ഭീമന്റെ കൈകളാൽ മരണപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും സുയോധന. കുരുക്കളുടെ മഹാസൈന്യം കാട്ടുതീയിൽ ചുള്ളിക്കമ്പുകൾ കണക്കെ യുദ്ധത്തിൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ നീ എൻ്റെ ഈ വാക്കുകൾ ഓർക്കും ദുര്യോധന. ധൃതരാഷ്ട്രർ എന്നിട്ട് സഞ്ജയനോട് പറഞ്ഞു, സഞ്ജയ, കൃഷ്ണനെയും അർജുനനെയും പറ്റി പറഞ്ഞാലും അവർ അങ്ങയോട് എന്തൊക്കെയാണ് സംസാരിച്ചത്? സഞ്ജയൻ പറഞ്ഞു, മഹാരാജൻ, കൃഷ്ണന്റെ അന്തപുരത്തിൽ ചെന്ന ഞാൻ കാണുന്നത് സൂര്യചന്ദ്രന്മാരെ പോലെ അതീവ തേജസ്വികളായിരിക്കുന്ന കേശവനെയും അർജുനനെയുമാണ്. അവർ മനോഹരങ്ങളായ ഹാരങ്ങൾ അണിഞ്ഞിരുന്നു. രാജകീയ വസ്ത്രങ്ങളും പ്രൗഢഗംഭീരങ്ങളായ ആഭരണങ്ങളും അണിഞ്ഞിരുന്നു. കേശവന്റെ കാൽപാദം അർജുനന്റെ മടിയിലും അർജുനന്റേത് കേശവന്റെ മടിയിലുമായിട്ടാണ് ഞാൻ കണ്ടത്. അർജുനന്റെ കാൽപാദത്തിൽ 2 വിശിഷ്ടങ്ങളായ മറുകുകൾ ഞാൻ കണ്ടു. അർജുനനെയും കൃഷ്ണനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ദേവേന്ദ്രനെയും മഹാവിഷ്ണുവിനെയും എന്ന പോലെ എനിക്ക് തോന്നി. ഇവരോടാണോ കൗരവ സൈന്യം യുദ്ധം ചെയ്യുവാൻ പോകുന്നത് എന്നോർത്ത് എൻ്റെ മനസ്സിൽ അതിതീവ്രമായ ഭയം നിറഞ്ഞു. ദുര്യോധനന് ഇതൊന്നും മനസ്സിലാവുകയില്ല. അദ്ദേഹം സ്വപ്നം കാണുന്നത് ഭീഷ്മ ദ്രോണാദികളെ മുൻപിൽ നിർത്തിയാണ്. കർണന്റെ വീര്യം കേട്ട് ദുര്യോധനൻ സ്വപ്നലോകത്ത് കഴിയുകയാണ്. ഞാൻ കൗരവരുടെ സന്ദേശം കേശവനോടും അർജുനനോടുമായി പറഞ്ഞു. സന്ദേശം കേട്ടുകഴിഞ്ഞ് വാസുദേവൻ എന്നോട് പറഞ്ഞു, സഞ്ജയ, ഞാൻ പറയുന്ന വാക്കുകൾ കുരുപ്രമുഖരും ദ്രോണരും ഇരിക്കുന്ന സഭയിൽ ധൃതരാഷ്ട്രരോട് പോയി പറഞ്ഞാലും. അല്ലയോ മഹാരാജൻ, എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികൾ അങ്ങ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികം വച്ച് താമസിപ്പിക്കാതെ വേഗം തന്നെ അത് ചെയ്തു കൊള്ളുക. ദാനധർമ്മങ്ങൾ എന്തെങ്കിലും അനുഷ്ഠിക്കുവാനുണ്ടെങ്കിൽ അത് അധികം വൈകാതെ തന്നെ നടപ്പാക്കുക. പുത്രന്മാരുടെയും ഭാര്യയുടെയും കൂടെ ജീവിതം ആസ്വദിക്കുക. കാരണം നിങ്ങൾക്കാർക്കും അധികം ആയുസ് ബാക്കിയില്ല. വലിയ വിപത്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. യുധിഷ്ഠിരൻ അധികം വൈകാതെ തന്നെ വിജയിക്കും. എൻ്റെ മനസ്സിലും പഴയ ഒരു കടം വീട്ടുവാൻ ബാക്കിയുണ്ട്. കുരുസഭയിൽ വച്ച് അപമാനിതയായ ദ്രൗപദിയുടെ ഗോവിന്ദ എന്ന നിലവിളി കൂരമ്പ് പോലെ എൻ്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുകയാണ്. അവൾക്ക് ആ ഗതി വരുത്തി വച്ചവർക്കെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും. ഗാന്ധീവധാരിയായ അർജുനനോടൊപ്പം ഞാനുണ്ട്. എന്നിട്ട് പോലും ആർക്കെങ്കിലും അർജുനനോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണ്: മരണപ്പെടുവാനുള്ള അവരുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു.
അർജുനന് ഈ പൃഥ്വിയെ തന്നെ ഉയർത്തുവാൻ കഴിയും. അവന് സകലതിനെയും ചാമ്പലാക്കുവാൻ കഴിയും. അവൻ സ്വർഗസ്ഥനായ ദേവന്മാരുടെ സിംഹാസനങ്ങൾ പോലും ഇളക്കുവാൻ കഴിയുന്നവനാണ്. ദേവന്മാരിലോ അസുരന്മാരിലോ മനുഷ്യരിലോ യക്ഷന്മാരിലോ ഗന്ധർവന്മാരിലോ നാഗരിലോ പോലും പാണ്ഡവരെ യുദ്ധത്തിൽ ജയിക്കുവാൻ പോന്ന ആരും തന്നെയില്ല. വിരാട യുദ്ധം മാത്രം കണക്കിലെടുത്താൽ മതി. ഒരൊറ്റ യോദ്ധാവ് വന്ന് കൗരവ പടയെ ശിഥിലമാക്കിയത് നിങ്ങൾ ഇത്ര വേഗം മറന്നുപോയോ? ശക്തി കൊണ്ടും വീര്യം കൊണ്ടും വേഗത കൊണ്ടും ആയുധാഭ്യാസ പാടവം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അർജുനന് സമനായി ആരും തന്നെയില്ല. സഞ്ജയന്റെ വാക്കുകൾ കുരുസഭയിലുള്ളവരെ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. അവർ യുദ്ധത്തിന്റെ പരിണാമം എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്തു. കൗരവസേനയുടെയും പാണ്ഡവ പക്ഷത്തിൻ്റെയും ശക്തികളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. വിജയിക്കുവാൻ സാധ്യത ഏത് പക്ഷത്തിനാണ് കൂടുതൽ എന്ന് ചർച്ച ചെയ്യപ്പെട്ടു. കൗരവപക്ഷം പാണ്ഡവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദുർബലമാണെന്ന് ചർച്ചയിലൂടെ മുതിർന്നവർക്ക് മനസ്സിലായി. ധൃതരാഷ്ട്രർ ദുര്യോധനനോട് പറഞ്ഞു, പുത്ര, എൻ്റെ മനസ്സിൽ നിന്നും ആശങ്കകളും ആവലാതികളും അകലുന്നില്ല. എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തം സന്താനങ്ങൾ പ്രിയപ്പെട്ടവരാണ്. എല്ലാവരും ജീവിക്കുന്നത് തന്നെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിനും വേണ്ടിയാണ്. പുത്ര, ഖാണ്ഡവ ദഹനത്തിന് സഹായിച്ചതിന് നന്ദി സൂചകമായി അർജുനനെ അഗ്നിദേവൻ യുദ്ധത്തിൽ സഹായിക്കും. യമദേവനും മറ്റ് ദേവന്മാരും തങ്ങളുടെ പുത്രന്മാരായ പാണ്ഡവരെ തുണയ്ക്കും. അർജുനന് അതുല്യമായ ഗാണ്ഡീവമുണ്ട്. അവന് വരുണദേവൻ സമ്മാനിച്ച അമ്പുകൾ ഒഴിയാത്ത ആവനാഴികളുണ്ട്. സാക്ഷാൽ ആഞ്ജനേയൻ അവൻ്റെ രഥത്തിന് മുകളിലായി ഉപവിഷ്ടനാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അഗ്നിദേവൻ സമ്മാനിച്ച അതിവിശിഷ്ടമായ രഥമാണ് അർജുനൻ്റേത്. ഭീഷ്മരും ദ്രോണരും കൃപരും എല്ലാം സമ്മതിക്കുന്ന കാര്യമാണ് അർജുനൻ അജയനാണ് എന്നത്. ദേവേന്ദ്രനും സാക്ഷാൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായും രൂപം കൊണ്ട് അർജുനനെ നേരിട്ട് സംരക്ഷണം നൽകുകയാണ് എന്ന് നീ അറിഞ്ഞാലും പുത്ര, രാവും പകലും എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. സമാധാനമായി ഉറങ്ങിയ കാലം ഞാൻ മറന്നുപോയിരിക്കുന്നു. സന്തോഷവും മനസ്സമാധാനവും എന്തെന്ന് എനിക്ക് ഏറെ കാലമായി അറിയുകയില്ല. പുത്ര, പാണ്ഡവരുമായി സമാധാനം സ്ഥാപിക്കുന്നതാണ് നല്ലത്. അവരുമായി യുദ്ധം ചെയ്യുന്നത് മണ്ടത്തരമാണ്. അവർ കൗരവരെക്കാൾ ശക്തരാണ് സുയോധന. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസിലൂടെ എന്നെ അറിയിക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.